പ്രിയപ്പെട്ട കുട്ടികളെ, +1 മാത്സ് ലാബിലെ 6ാമത്തെ ആക്ടിവിറ്റിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 6th ആക്ടിവിറ്റി 6.1 എന്ന ആക്ടിവിറ്റി എങ്ങനെ ചെയ്യാമെന്ന് ശ്രമിക്കാം. ഈ ലാബ് 6ൽ പറയുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ സൊല്യൂഷനെ കുറിച്ചാണ്. നമുക്കറിയാം, ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന് രണ്ട് തരം സൊല്യൂഷൻസ് ഉണ്ട്: പ്രിൻസിപ്പൽ സൊല്യൂഷൻസും ജനറൽ സൊല്യൂഷനും. എങ്ങനെ sin x അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും കാണാം എന്നുള്ളതാണ് ആക്ടിവിറ്റി 6.1. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്ലൈഡർ ഫോം ചെയ്യുകയാണ്. സ്ലൈഡർ, ഓക്കെ, അത് ഇൻറ്റീജർ സ്ലൈഡറാണ് ഫോം ചെയ്യുന്നത്. ആ ഇൻറ്റീജർ സ്ലൈഡറിൻ്റെ പ്രത്യേകത, നമ്മൾ 0 to π എന്നുള്ള ഡിവിഷനെ എത്ര മാക്സിമം ഡിവൈഡ് ചെയ്യണമെന്ന് കാണിക്കാനാണ്. തൽക്കാലം ഞാൻ 1 മുതൽ 6 വരെ 6 ഡിവിഷനാക്കി ആദ്യത്തെ സെക്ഷനിൽ നിന്ന്. അത് വേണമെങ്കിൽ മാറ്റിക്കിടാം കുറച്ച് കഴിയുമ്പോൾ. അപ്പം 1 to 6 എന്ന ഡിവിഷനാണ് എന്നിന് കൊടുക്കുന്നത്. അതിൽ ഇൻക്രിമെൻറ്റ് 1 ഓക്കെ ആയിക്കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ന് കിട്ടി. അപ്പം തന്നെ ഇവിടെ എക്സ് ആക്സിസ് നോക്കിക്കേ, ഇൻറ്റീജേഴ്സാണ് കിടക്കുന്നത്. നമുക്ക് ഇൻറ്റീജേഴ്സ് അല്ല ട്രിഗണോമെട്രിയിൽ വേണ്ടത്. ട്രിഗണോമെട്രിയിൽ വേണ്ടത് റേഡിയൻ മെഷേഴ്സാണ്. π/2 ആ ഫോമിലാണ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ സൈഡിൽ ബോക്സ് വരും. അതിൽ എക്സ് ആക്സിസ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതിൽ ഡിസ്റ്റൻസാണ് മാറ്റുന്നത്. അതുകൊണ്ട് ആ ഡിസ്റ്റൻസിന് നമ്മൾ ഡിവിഷൻ കൊടുക്കുക. അപ്പോൾ ആ ഡിവിഷൻ കൊടുക്കുന്നത് ഇവിടെ 1ഉം πയും π/2 ഉണ്ട്. പയ്യെ 2 π/2 ഈക്വലായി π/2 ആയി ഡിവൈഡ് ചെയ്ത് നമുക്ക് അത് പോരാ. നമ്മളത് 6 ഈക്വൽ ഡിവിഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ n ഒരു ഇൻറ്റീജർ എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്യല്ല ചെയ്യുന്നത്, അടിക്കും π/n എന്ന് കൊടുക്കും. π/n, ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ എക്സ് ആക്സിസ് അതിൻ്റെ കോർഡിനേറ്റ്സുകൾ ഇങ്ങനെയായി മാറി. ആക്സിസുകൾ π, 2π, 3π. ഈ π ഇങ്ങനെ വരാൻ കാരണം ഇവിടെ n 1 ആയതുകൊണ്ടാണ്. നമുക്കതിൻ്റെ മാക്സിമം ഡിവിഷനിലേക്ക് പോകാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ n 3, 4, 5, 6. അപ്പോൾ ഇത് നോക്കൂ, 0 to π എന്നുള്ളതിന് നമ്മൾ π/3, 2π/3, π അങ്ങനെ ഡിവിഷൻ കൊടുത്തു. ഓക്കെ. വേണമെങ്കിൽ ഒന്നും കൂടി നമ്മളൊന്ന് ഗ്രാഫ് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്നു. π/6 ഇവിടെ ശരിക്കും വരുന്ന ഇത് 1π/6, 2π/6, 3π/6, 4π/6, 5π/6, 5. അതായത് 0 to π നമ്മൾ ഈക്വൽ 6 ഡിവിഷനായി മാറ്റി. വേണമെങ്കിൽ മുന്നോട്ട് ചെയ്തു പോകുമ്പോൾ കൂടുതൽ ഡിവിഷൻ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് സൊല്യൂഷൻസ് ആകാണ്ട് sin xൻ്റെ സൊല്യൂഷൻ കാണുകയെന്ന് പറഞ്ഞാൽ sin x എന്ന ഗ്രാഫ് ഏതെല്ലാം പോയിന്റിലൂടെയാണ് എക്സിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ആ പോയിന്റുകളെയാണ് സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് sin x = 0, sin x = 1/2, sin x = √3/2 ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് നമ്മൾ ആദ്യം കാണാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മൾ sin x = എന്നുള്ളത് മാറുന്നു. ഏത് 0 ആവുന്നു, 1/2 ആവുന്നു, √3. അപ്പോൾ ആ ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ലൈഡറും കൂടെ ഫോം ചെയ്യുന്നു. സ്ലൈഡർ ഫോം ചെയ്തു. അത് എ എന്ന സ്ലൈഡർ അതിൻ്റെ നമ്പർ സ്ലൈഡറാണ് ഫോം ചെയ്യുന്നത്. മിനിമം വാല്യൂ -5ഉം മാക്സിമം വാല്യൂ +5ഉം അതിൻ്റെ ഇൻക്രിമെൻറ്റ് 0.01 ആയിക്കൊണ്ടുള്ള ഒരു സ്ലൈഡർ നമ്മൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ സ്ലൈഡർ യൂസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം, ഏതൊരു ഫംഗ്ഷൻ്റെയും അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് f(x) = sin x എന്നെടുത്തിട്ട് അല്ല, സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് f(x) = 0 ആകുമ്പോഴാണ്. അതായത് sin x = 0 ആവുന്ന സൊല്യൂഷനാവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് f(x) = എന്നുള്ളത് sin x - a. ഇപ്പോൾ a ആണ് ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫംഗ്ഷന് നമ്മൾ f(x) = sin x - a. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ sin x - a എന്ന് പുട്ട് ചെയ്തു. ഈ sin x - a എന്നുള്ള ഇത് f(x) ആണ്. അത് 0 ആകുമ്പോൾ എന്ത് വരും? f(x) = 0. അതാണ് സൊല്യൂഷൻ. എക്സ് വാല്യൂസ് കിട്ടാനുള്ള സൊല്യൂഷൻ. എന്ന് പറയുക ഒരു ഫംഗ്ഷൻ്റെ y വാല്യൂ 0 ആകുമ്പോൾ എക്സ് വാല്യൂവിനെയാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ f(x) = 0 ആകുമ്പോൾ ഇതെന്തായി മാറും? sin x - a = 0. therefore sin x = a. അപ്പോൾ നമുക്ക് എയ്ക്ക് ഓരോ വാല്യൂ പുട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൊല്യൂഷൻ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഫോർ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എയ്ക്ക്
ഒരു വാല്യൂ. അന്നേരം എയ്ക്ക് നമ്മൾ വാല്യൂകൾ പുട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എയ്ക്ക് 0 കൊടുക്കണം, 1/2 കൊടുക്കണം, √3/2 കൊടുക്കണം, അങ്ങനെ വാല്യൂസ് കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മളൊരു ഇൻപുട്ട് ബോക്സ് എയ്ക്ക് ക്രിയേറ്റ് ചെയ്യും. എയ്ക്ക് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യും. നമുക്കിവിടെ എ എന്ന് എടുക്കാം. എ, അതിൻ്റെ സെലക്ഷൻ നമ്മൾ എ സെലക്ട് ചെയ്ത് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കി. ഈ ഇൻപുട്ട് ബോക്സിൽ നമുക്ക് വെറുതെ ആദ്യം ഒന്ന് 0 കൊടുത്ത് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പം എന്ത് കിട്ടി നോക്കാം. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇത് നമുക്കറിയാം y ഈക്വൽ sin x. ഇവിടെ y f of x ഈക്വൽ sin x. f of x ഈക്വൽ sin xൻ്റെ ഗ്രാഫാണ്. നമുക്കറിയാം ട്രിഗണോമെട്രി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രിഗണോമെട്രി ഫങ്ഷൻസിന് 2 ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ സൊല്യൂഷൻ, മറ്റൊന്ന് ജനറൽ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to 2π, നമ്മുടെ ഒരു 1 റൊട്ടേഷനിൽ വരുന്ന 0 to 2πയിൽ വരുന്ന സൊല്യൂഷൻസിനെയാണ് എന്ത് വിളിക്കുക? പ്രിൻസിപ്പൽ സൊല്യൂഷൻ വിളിക്കുക. പിന്നെ എൻ്റെയർ ഡൊമൈൻ നമുക്കറിയാം, സൈൻ എക്സിൻ്റെ ഡൊമൈൻ എന്ന് വിളിക്കുന്നത് -r ഇൻഫിനിറ്റി മുതൽ +∞ വരെയുള്ള r. അതിൽ വരുന്ന എല്ലാ സൊല്യൂഷനെയും വിളിക്കുന്ന പേരാണ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ജനറൽ സൊല്യൂഷൻ ഇതാ -2π ഉണ്ട്, ഇവിടെ -3 ഇതാ -3π, -2π, -π, 0, π, 2π, 3π, അങ്ങനെ 2 എൻഡിലേക്കും പോവുകയാണ്. നമുക്ക് അന്നേരം ഇതിൻ്റെ സൊല്യൂഷൻ എഴുതാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഏതൊക്കെയാണ്? 0 to 2πയിൽ വന്ന സൊല്യൂഷൻ അത് 1 ഇതാണ്, പൈ മാത്രം. അപ്പം ഈ sin x f of x ഈക്വൽ sin x ഈക്വൽ ടു 0 എന്ന ഫംഗ്ഷന് പ്രിൻസിപ്പൽ സൊല്യൂഷനായിട്ട് പൈ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ജനറൽ സൊല്യൂഷൻ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു സെറ്റ് എന്ന് എഴുതിയിട്ട് സെറ്റിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുക, കുറേ എലമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഡോട്ട് ഇടാം, എക്സെട്ര എന്നിട്ടിട്ട് -3π, -2π, -π, 0, π, 2π, 3π, എക്സെട്ര എന്നിട്ടാലും മതി. പക്ഷെ അതിന് ജനറലൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ജനറലൈസേഷൻ? n ബിലോങ്സ് ടു സെറ്റ്. നമ്മൾ പറഞ്ഞത് അനുസരിച്ച് n ബിലോങ്സ് ടു സെറ്റ്. ഇനി നമുക്കിവിടെ കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഒരു ടേബിൾ തന്നിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ sin x ഈക്വൽ ടു ഹാഫ് എന്നായിരുന്നു. sin x ഈക്വൽ ടു ഹാഫ് ആകുമ്പോൾ വളരെ സൗകര്യമായിട്ട് നമ്മൾ ഈ ഇൻപുട്ട് ബോക്സിൽ ഹാഫ് എന്ന് കൊടുത്താൽ മതി. 1/2 1/2 എന്ന് പുട്ട് ചെയ്ത് നോക്കി, ഹാഫ് എന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ അടിച്ചു. ഇതാണ് sin x ഈക്വൽ ഹാഫിൻ്റെ. നമുക്കിതിൻ്റെ വാല്യൂസ് കിട്ടണം. വാല്യൂസ് കിട്ടാൻ വേണ്ടി ഞാനൊന്ന് സൂം ചെയ്തു. ഒന്ന് സൂം ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഗ്രാഫ്. വേണമെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്നുള്ള ടൂൾ എടുത്തിട്ട് നമ്മൾ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെയും എക്സ് ആക്സിസിൻ്റെയും പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാ വരേണ്ടത്. അടുത്തത് നമുക്ക് 0 to 2πയിലുള്ളതൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇതിൻ്റെയും ഈ ഗ്രാഫിൻ്റെയും പോയിൻ്റ് അന്നേരം എയും ബിയും. ഇപ്പോൾ ഇതാണ് 0 to 2π എന്ന് പറയുന്നത്, 2π ഇവിടം വരെ. അപ്പോൾ 0 to 2πയിൽ 2 വാല്യൂസ് ഉണ്ട്. ഒന്ന് π/6 മറ്റൊന്ന് 5π/6. ഇതിനെയാണ് sin x ഈക്വൽ ടു ഹാഫ് എന്ന ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. അതിൻ്റെ ജനറൽ സൊല്യൂഷന് ഒരു മിനിറ്റ് ഇതാ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ തുടങ്ങുന്നുണ്ട്. ഇവിടെ തുടങ്ങുന്നത് എത്രയെന്ന് നോക്കി, -π/6, പിന്നെ ഏതാണ് -7π/6, -π/6, -7π/6, പിന്നെ നോക്കിക്കോളൂ π/6, 5π/6, പിന്നെ 13π/6, 17π/6, എക്സെട്ര എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ ഇങ്ങനെ എഴുതാം. വേണമെങ്കിൽ ജനറൽ സൊല്യൂഷൻ ഈക്വൽ ടു സെറ്റ് എക്സെട്ര ഇട്ടിട്ട് ഇത് കൊടുക്കാം, -11π/6, -7π/6, π/6, 5π/6, എക്സെട്ര എന്ന് എഴുതാം. അത് നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? nπ x ഈക്വൽ ടു nπ പ്ലസ് -1 ഹോൾ റൈസ് ടു n π/6 n ബിലോങ്സ് ടു സെറ്റ് എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, sin x ഈക്വൽ ടു √3/2 എന്നാണ്. അപ്പോൾ നമ്മളിവിടെ മാറ്റി കൊടുക്കാം. √3 എന്നുള്ളത് SQRT ഓഫ് 3 √3/2 ഇതാണ്. അന്നേരം നമ്മൾ കൊടുക്കേണ്ട എയുടെ വാല്യൂ എന്താ കൊടുക്കേണ്ടത്? √3/2 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം ഗ്രാഫ്. ഓക്കെ, ഇതാണ് ഗ്രാഫ്. അവിടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾറെഡി. 0 to 2πയിൽ 2 പോയിൻ്റാണ്. ഒന്ന്
നിങ്ങൾ നോക്കിയേ, π/3. ഇത് ഒന്ന് π/3 മറ്റൊന്ന് 2π/3. അതുകൊണ്ട് അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്താണ്? π/3 2π/3. അതുപോലെ ജനറൽ സൊല്യൂഷൻ കാണാൻ നമുക്കൊരു വഴിയുണ്ട്. നമുക്കറിയാം സൈനാണ്. അതുകൊണ്ട് sin എക്സിൻ്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ x = nπ പ്ലസ് -1 ഹോൾ റേസ് ടു n ഓഫ് ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. അങ്ങനെ π/3 എന്നാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ nπ പ്ലസ് -1 ഹോൾ റേസ് ടു n π/3 n ബിലോങ്സ് സെറ്റ്. ആ എന്നിന് നമ്മൾ ഇൻറ്റിജേഴ്സ് പുട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ് നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷനായി വരുന്നത്. അപ്പോൾ രണ്ട് രൂപത്തിൽ അതിനെ എഴുതാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റാക്കിയിട്ട്, പ്രിൻസിപ്പൽ സൊല്യൂഷൻ സെറ്റാക്കിയിട്ട് സെറ്റിൻ്റെ ഉള്ളിൽ ഈ വാല്യൂസ് നേരിട്ട് എഴുതി കൊടുത്താൽ എക്സെട്ര എഴുതുക. പ്രിൻസിപ്പൽ സൊല്യൂഷൻ = എന്ന് പറഞ്ഞ് സെറ്റ് എഴുതിയിട്ട് എക്സെട്ര -5/3 -4π/3 π/3 2π/3 എക്സെട്ര എന്ന് എഴുതിയാലും മതി. അടുത്തത് sin x = -12 എന്നാണ്. അപ്പോൾ നമ്മളിവിടെ -12 എന്ന് പുട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു -1/2 എന്ന് കൊടുത്തു. 1/2 -1/2. ഓക്കെ, സംതിങ് റോങ്. നമ്മുടെ വാല്യൂ കൊടുക്കേണ്ടത് -1/2 എന്നാണ്. അപ്പം -1/2 കൂട്ടി. ഇതാണ് ഗ്രാഫ്. ഇപ്പോൾ വരുന്ന സൊല്യൂഷൻ നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് നോക്കാം. നമ്മൾ 0 to 2π ആണ് നോക്കേണ്ടത്. ഇതാണ് 0 to 2π. അതായത് ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ വരുന്നത് 7π/6, സെക്കൻഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ വരുന്നത് 11π/6. അതുപോലെ തന്നെ എൻ്റെ ജനറൽ സൊല്യൂഷൻ നേരത്തെ എടുത്തപോലെ ഞാൻ രണ്ട് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് വരുന്നത് സെറ്റ് എക്സെട്ര -5π/6. നോക്കിയാൽ അവിടെ കാണാം -5/6 -π/6 7π/6 11π/6 എക്സെട്ര. വേണമെങ്കിൽ ജനറലൈസ് ചെയ്യാം. ജനറലൈസ് ചെയ്യുന്ന വിധം ഇതാണ്, നമുക്കറിയുന്നതാണ്. sin x = -1/2ൻ്റെ nπ x = nπ പ്ലസ് -1 ഹോൾ റേസ് ടു n ഇൻറ്റു ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഏതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ? 7π/6. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് വരുന്നത് sin x = ½ എന്നുള്ള ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷനാണ് കാണേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ sin x നമുക്കിവിടെ തന്നിരിക്കുന്നത് sin x - a നമ്മൾ ഫംഗ്ഷൻ എടുത്ത്, അതുകൊണ്ട് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. പുതിയൊരു ഫംഗ്ഷൻ ദാറ്റ് ഈസ് sin നമുക്ക് വേണ്ടത് sin 2x ആണ്. sin ബ്രാക്കറ്റ് 2x sin 2x മൈനസ് a നമ്മൾ നേരത്തെ കണ്ടീഷൻ തന്നെ ഇതാണ്. ഇനി എക്ക് വാല്യൂ മാറ്റി കൊടുത്താൽ മതി. ഇവിടുത്തെ ആദ്യത്തെ വാല്യൂ വേണ്ട ഹാഫാണ്. 0.5 sin 2x = 0.5 നോക്കാം. ഇവിടെ -0.5 എന്നാണ് കിടക്കുന്നത്, അത് മാറ്റി +0.5 നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓക്കെ +0.5. അപ്പോൾ എന്ത് വരും? ഇതാണ് ഗ്രാഫ് വരുന്നത്. അപ്പോൾ അവിടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. ഡിവിഷൻ ഒന്ന് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എന്നിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകും. എന്നിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് നമ്മൾ 6 അല്ലേ എടുത്തത്, അത് കുറച്ച് കൂട്ടിയെടുത്ത് നോക്കാം. n = ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് 6 എടുത്തത്, അത് മാറ്റാം. ഒരു 36 എടുത്ത് ഡിവിഷൻ കുറേ കൂട്ടി 36 36 18 ഒക്കെ എടുക്കാം. ചേഞ്ചസ് ഓക്കെ. നമ്മൾ എന്നിൻ്റെ വാല്യൂ കൂട്ടാം. മാക്സിമം കൂട്ടിയിടുന്നു, 36 വരെ ഇട്ടു. അപ്പോൾ നമുക്ക് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടുമെന്ന് നോക്കാം. ആദ്യത്തെ സൊല്യൂഷൻ വരുന്നത് നോക്കുക. sin 2x = നമ്മളെടുത്ത sin 2x ½ ആണ്. ആദ്യത്തെ സൊല്യൂഷൻ വന്നത് π/12, കറക്റ്റ് അല്ലേ? π/12. അടുത്ത് വന്ന് 5π/12, അടുത്ത് വരിക 13π/12, 17π/12, അങ്ങനെ പോകും. അത് നമുക്ക് ഞാൻ പറഞ്ഞു ഇതൊരു പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. 0 to 2π ഉള്ളിൽ 4 സൊല്യൂഷൻ വരുന്നുണ്ട്. ഏതൊക്കെ?
π/12 കറക്റ്റാണ്, π/12. അടുത്ത വന്ന് 5π/12. അതിന് ശേഷം നോക്കാം 5π/12. അതിന് ശേഷം വരുന്നത് 13π/12. ഓക്കെ അല്ലേ? അതിന് ശേഷം 2π ഉള്ളിലാണ് വരേണ്ടത് 17π/12. അങ്ങനെ അത്രയും വാല്യൂസ് ഏതിന് 0 to 2π നമുക്ക് ഇനിയില്ല. ഇനി 0 to 2π വരുന്നത് നോക്കാം 2π ഇവിടം വരെയാണ്. അപ്പോൾ 4 പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് അതുപോലെ വരുന്നു. അതുപോലെ തന്നെ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടുക 2x = n π + -1 ഹോൾ റേസ് ടു n ഇൻറ്റു ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷനായി π/12 ആണ്. അത് നമ്മൾ ഈ 2xനെ മാറ്റി x അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? n π/2 + -1 ഹോൾ റേസ് ടു n ഇൻറ്റു ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ π/24 വരും. അപ്പോൾ എന്നിന് നമ്മൾ 0, 1, 2, 3, -1, -2 അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ഒന്നുകൂടെ ഞാൻ പറയാം. 2x = n π + -1 ഹോൾ റേസ് ടു n ഇൻറ്റു ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷനായി π/12. ആ 2x = അപ്പോൾ x നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ x = നമുക്ക് കിട്ടുക n π/2 + -1 ഹോൾ റേസ് ടു n ഇൻറ്റു π/24 വരും. അതിൽ നമ്മൾ എന്നിന് 0, എന്നിന് 1, 2, -1, -2 അങ്ങനെ +or -1 +or -2 ഇങ്ങനെ പുട്ട് ചെയ്യുമ്പോഴാണ് ജനറൽ സൊല്യൂഷൻ കിട്ടുന്നത്. ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ സെറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇവിടുന്ന് ഗ്രാഫ് ഇങ്ങനെ 2 സൈഡിലേക്ക് മൂവ് ചെയ്യിച്ച് അതിൽ വന്നിരിക്കുന്ന എല്ലാ സൊല്യൂഷനും എഴുതുകയാണ്. അന്നേരം സെറ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ = സെറ്റ് എക്സെട്രാ എന്ന് എഴുതിയിട്ട് ഈ പോയിന്റ് കൊടുക്കുക. നെഗറ്റീവിൻ്റെ വരണം, അതുകൊണ്ട് അവിടുന്ന് തുടങ്ങുക. ഇവിടുന്ന് 2 വാല്യൂസ് തുടങ്ങിയ ഇത് -11π/12, -7π/12, പിന്നെ അടുത്ത് വരുന്നത് π/12, പിന്നെ 5π/12 എക്സെട്രാ എന്ന് എഴുതി കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ടേബിളിൽ ഇതുപോലെ ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. എന്താണെങ്കിലും ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക. എക്സ് ആക്സിന് കർവ് കട്ട് ചെയ്യുന്ന എക്സ് വാല്യൂസിന് വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻസ്. ആ സൊല്യൂഷൻ കാണുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. ഓക്കെ, താങ്ക് യു.